നമസ്കാരം. ഇന്ന് ജനുവരി 22 ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതിനാൽ നവ പഞ്ചമയോഗം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെ ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥാനമാറ്റത്താൽ പുഷ്കര യോഗവും രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ രണ്ട് യോഗങ്ങളും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ തന്നെ ചില രാശിക്കാരിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം രൂപപ്പെട്ടിരിക്കുന്നതാകുന്നു. തന്മൂലം തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഇവർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് കൂടുതലായും സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും ജോലികളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്ന അസുലഭമായ മുഹൂർത്തമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ബിസിനസ് പരമായും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാകുന്നു. ജോലി ചെയ്യുന്നവർക്കും ഇന്നേ ദിവസം അതീവ ശുഭകരമായി ഭവിക്കും. ശ്രദ്ധയോടെ ചെയ്യുന്നതായ ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേട്ടത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിനീതമായി തന്നെ മറ്റുള്ളവരോട് പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മറ്റുള്ളവരുടെ ബഹുമാനവും പിന്തുണയും നേടിയെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് മേലധികാരികളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും വന്ന് ചേർന്നിരിക്കുന്നതായ അപ്രീതി അത് തരണം ചെയ്യുവാനും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ചില സമയങ്ങളിൽ ക്ഷീണം അനുഭവപ്പെടും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് പൊതുവിൽ സാധിക്കുന്നതായ സമയമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കാരണം ചെയ്യുന്നതായ പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുക, അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയും കുടുംബ ജീവിതവും തമ്മിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഇരു കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങൾ, ടെൻഷനുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഒരു പരിധി വരെ നിങ്ങൾ വിജയിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അഭിപ്രായങ്ങൾ മെച്ചപ്പെടുന്നതാണ്. നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്പം കൂടി ഉയരും എന്നതാണ് വാസ്തവം. നിങ്ങളെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ സംസാരിക്കുന്നതാകുന്നു. നിങ്ങളുടെ യാത്രകൾക്കും അല്ല നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള പണം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. പല സാങ്കേതിക പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമാണ്. പലവിധ അസ്വസ്ഥതകളിലൂടെയും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ
ഈ സമയം പ്രധാനമായും ജോലി സമ്മർദ്ദങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും ഏതൊരു നേട്ടത്തിലും നിങ്ങൾക്ക് തൃപ്തി കണ്ടെത്തുവാൻ സാധിക്കും. ക്ഷമയും ശ്രദ്ധയും നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സഹോദരന്മാരിൽ നിന്ന് പോലും അനുകൂലമായ കാര്യങ്ങൾ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. പണം സമ്പാദിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. പലവിധ ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നിങ്ങളെ തേടിയെത്താം. കാര്യ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. പൊതുവിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന സമയം എന്ന് തന്നെ പരാമർശിക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ തേടിയെത്താം. ചെയ്യുന്ന പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ധനലാഭത്തിനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വീടിനും വീട്ടുകാർക്കും ഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരാം. കൂടാതെ ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പലവിധ ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും ഉണ്ട്. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ മൂലം വന്നു ചേർന്നിരിക്കുന്നതായ വിഷമങ്ങൾ, ദുഃഖങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നത് പലവിധ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം ലഭിക്കാം. സഹായധനമാണ് എങ്കിലും അപ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു. ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.